ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഗേൾസ് ടോക്സ് ആണ്. അതായത് പ്രത്യേകിച്ച് ടീനേജേഴ്സിന് പറ്റുന്ന മിസ്റ്റേക്സ്, അതായത് സ്കിൻ കെയറിലായാലും വേറെ കാര്യങ്ങളിലായാലും എന്തൊക്കെ മിസ്റ്റേക്സാണ് നമുക്ക് സംഭവിക്കുന്നത്, അതിനുള്ള സൊല്യൂഷനും മിസ്റ്റേക്സുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ടൈംസ് ഡു യു വാഷ് ഡെയിലി യുവർ ഫേസ്? അതായത് എത്ര ദിവസം എത്ര ആ ഫ്ലോ എന്ന് പോയി എത്ര തവണയാണ് നിങ്ങൾ ഡെയിലി ഫേസ് വാഷ് ചെയ്യുന്നത്? ഞാൻ നോർമലി വാഷ് ചെയ്യാറ് രാവിലെ വാഷ് ചെയ്യും, വൈകിട്ടും വാഷ് ചെയ്യും. പിന്നെ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് കുളിച്ചിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കുളിച്ചിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഫേസ് വാഷ് ഇട്ടാണ് പോകുന്നത്. അപ്പം 2 വട്ടമാണ് സാധാരണ ഫേസ് വാഷ് ചെയ്യാറ്. പിന്നെ വീട്ടിൽ നിൽക്കുന്ന ഹോളിഡേയ്സിലും ഞാൻ 2 തവണയാണ് വാഷ് ചെയ്യാറ്. സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്, നമ്മുടെ ഫേസിൽ ഒത്തിരിയും തവണ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ പിമ്പിൾസ് ഒക്കെ പോവാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ എത്ര വട്ടം ഫേസ് വാഷ് ചെയ്താലും അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഇച്ചിരി കൂടുകയുള്ളൂ. പിന്നെ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാം. ഫേസ് വാഷ് ആയിരിക്കും ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ സോപ്പുകൾ എന്ന് പറയുന്നത് സോപ്സ് നമ്മുടെ പല സോപ്പുണ്ടല്ലോ, നമ്മുടെ കുളിക്കുന്ന സോപ്പ്, ബാത്ത് ചെയ്യുന്ന സോപ്പ്, അതെല്ലാം ആണെങ്കിൽ pH വാല്യൂ കൂടുതലായിരിക്കും. അതായത് നമ്മുടെ സ്കിന്നിനേക്കാളും pH വാല്യൂ കൂടുതലായതുകൊണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് ആക്നെ വരാൻ സാധ്യതയുണ്ട്, പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സോപ്പൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫേസ് വാഷ് ഹിമാലയയുടെ ഫേസ് വാഷാണ്. നല്ലതാണ്, എനിക്കത് കൂടുതൽ നല്ലതാണ് തോന്നിയിട്ടുണ്ട് യൂസ് ചെയ്തിട്ട്. പക്ഷെ നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. എനിക്കതാണ് ഇഷ്ടമാണ്. വേറെ എല്ലാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം എനിക്കങ്ങനെ വലിയ റിസൾട്ട് അല്ല, എനിക്ക് നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യുന്ന പോലെയോ സോഫ്റ്റ്നെസ്സോ ഒന്നും തോന്നാറില്ല. അടുത്തത് എന്ന് പറയുന്നത് സൺസ്ക്രീൻ. മസ്റ്റ് ഹാവ് ആണ് സൺസ്ക്രീൻ. ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ആണ്. ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് ലാക്മേയുടെ സൺസ്ക്രീന്. എല്ലായിടത്തും കിട്ടുന്ന അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീനാണ്, എനിക്കതാണ് ഇഷ്ടം. ഓക്കെ, അതും നല്ല, അതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയും മഴയത്ത് പോകുമ്പം UV റേസ് ഒന്നും അടിക്കത്തില്ല, അതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട. തണുപ്പായതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സൺസ്ക്രീന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവർ സ്ക്രീനേ അപ്ലൈ ചെയ്യാത്തവരുണ്ട്. അതും ശുദ്ധമായ മണ്ടത്തരമാണ്. സൺസ്ക്രീൻ വേണം ഗൈസ്. ഈ ഒരു ക്ലൈമറ്റ്, അതായത് നമ്മുടെ ഇപ്പോൾ ക്ലൈമറ്റ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നിടത്ത് വെയിൽ പെയ്യുന്നിടത്ത് വെയിൽ വരുന്നിടത്ത് മഴ. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ബോദർ ചെയ്യാതെ നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റ് ഹാവ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ലാക്മേയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെറ്റാഫിലിൻ്റെ. അപ്പോൾ സെറ്റാഫിലിൻ്റെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റെക്കമെൻഡ് ആണ്, അത് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. അതിൻ്റെ മോയ്സ്ചറൈസർ നല്ലതാണ്, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറും. അത് രണ്ടാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാറ്. പിന്നെ ഡൗവിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെയാണ്. ഇത് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ഡവ്, സെറ്റാഫിലിൻ്റെ, പിന്നെ ലാക്മേയുടെ, ഇതൊക്കെയാണ് ഞാൻ സൺസ്ക്രീൻ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾ ചേർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റും. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് സ്കിൻ റൂട്ടീനിൽ ഇന്നെല്ലാം അപതാളമാണ് ഗൈസ്.
വായിന്ന് വരുന്നതും എല്ലാം വേറെയാണ്. അപ്പം നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഇതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ യാത്രയിലൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പം, അതായത് നമ്മൾ നൈറ്റ് വല്ല പാർട്ടീസും വല്ല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റൊന്ന് കറങ്ങിയിട്ട് വരുമ്പം ഒക്കെ നമ്മൾ ഫേസിൽ എന്തായാലും നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യും, എല്ലാവരും ഇടും. ജസ്റ്റ് ഒരു പൗഡർ ആയാലും ഇടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വെളിയിലിട്ട് പോയിട്ട് വരുമ്പം നമ്മൾ ആ ഒരു ക്ഷീണത്തിൽ, അതായത് ഭയങ്കര എക്സ്ഹോസ്റ്റഡ് ആയിട്ടാണ് എനിക്ക് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതോടെ വന്ന് കട്ടിലേക്ക് കയറി കിടന്ന് ഉറങ്ങാനായിരിക്കും എല്ലാവരും ശ്രമിക്കാം. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അതിനൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വന്നിട്ട് ഉറപ്പായും സ്കിൻ കെയർ ചെയ്ത്, നൈറ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കാൻ ശ്രമിക്കുകയല്ല, ചെയ്തിട്ട് കിടക്കാം. നമ്മുടെ ഫേസിലിട്ടിരിക്കുന്ന മേക്കപ്പ് ഏതാണെന്നോ എന്തൊക്കെയാണ് നമ്മൾ മുഖത്തിട്ടിരിക്കുന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല, വന്ന് കിടക്കാണ് ചെയ്യാറ്. അപ്പം നിങ്ങൾ ഒരിക്കലും സ്കിൻ കെയർ ചെയ്യാതെ കിടക്കരുത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ വീഡിയോ ടീനേജേഴ്സിനാണ്. അപ്പോൾ ടീനേജേഴ്സ് എന്ന് പറയുമ്പം എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്ന് കിടന്നത് കൊണ്ട് മാത്രം എൻ്റെ ഫേസിൽ പിമ്പിൾസും ആക്നെയും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം അത് നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം നമുക്കാണെങ്കിൽ ഫേസിൽ പിമ്പിൾസും ആക്നെയും ഒന്നും വരാൻ ഒരു പരിധി വരെ സഹായിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതും കൂടെ ഓർക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ഒരു മെയിൻലി ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു റീസൺ ആണെന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിന്തയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് നമ്മൾ ലെയറായിട്ട്, അതായത് നമ്മൾ എപ്പോഴും അതായത് ഒരു 5 മിനിറ്റ് കൂടുമ്പം 5 മിനിറ്റ് മുമ്പല്ലേ മോയ്സ്ചറൈസർ ഇട്ട്, എന്നാൽ കുറച്ചും കൂടെ സീറം 5 മിനിറ്റ് മുമ്പല്ലേ ഇട്ടത്, അപ്പോൾ കുറച്ചും കൂടെ അപ്ലൈ, അപ്പോൾ കുറച്ചും കൂടെ സ്കിന്ന് ബ്രൈറ്റ്നെസ്സും കുറച്ചും കൂടെ വൈറ്റനിങ്ങും ഒക്കെ വരും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമ്മുടെ മൈൻഡിലുണ്ട്. പക്ഷെ അത് ശുദ്ധ മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അതിനൊരു നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആ ഒരു പീരീഡ് ടൈം കൊടുക്കുക. അതായത് ഇപ്പം രാവിലെ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് രാവിലെ ചെയ്യൂ. അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ടൈം ലാപ്പ് കൊടുക്കുക. അതായത് ഇപ്പം രാവിലെ ചെയ്യുമ്പോൾ നമ്മൾ രാത്രി പിന്നെ നൈറ്റ് സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്, മോർണിംഗും നൈറ്റും. അപ്പം അത് രണ്ടും മുമ്പ് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അത് അബ്സോർവ് ചെയ്യുന്നൊരു സമയം നമ്മുടെ സ്കിന്നിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്കിന്നും മാത്രമല്ല ഉള്ളിലും നമുക്കത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ലെയറായിട്ട്, അതായത് 5 മിനിറ്റ് കൂടുമ്പം നമുക്ക് 5 മിനിറ്റ് ആയതേ ഉള്ളൂ, അന്ന് നമുക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാം, കുറച്ചും കൂടെ വൈറ്റനിങ് ആവും. ശുദ്ധമണ്ടത്തരാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ അടുത്തൊരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിൻ ആയിട്ടുള്ള, ഞാൻ ഡ്രൈ സ്കിന്നാണ്, എൻ്റെ ഡ്രൈ സ്കിന്നാണ്, പെട്ടെന്ന് ഒഴിയാവുന്നത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതായത് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യാൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടിരിക്കില്ലേ, അപ്പോൾ ഒരു മോയ്സ്ചറായിട്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ അത് കീപ്പ് ചെയ്യാറുണ്ട്. ആ സ്കിൻ കെയറിൽ നമ്മളത് മോയ്സ്ചറൈസർ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഓയിലി സ്കിൻ കാർന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിൽ ആവശ്യത്തിലധികം ഓയിലിയുണ്ട്. എന്നിട്ട് ഞാനതിങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഓയിലി ആയിട്ട് ഒഴുകുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഓയിലി സ്കിൻ കാറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് മോയ്സ്ചറൈസർ അന്ന് സ്കിപ്പ് ചെയ്യാം. മെയിൻലി ഞാൻ കണ്ടുവരുന്ന, എൻ്റെ കൂടുള്ള 2-3 പേര് കണ്ടുവരുന്നൊരു പ്രശ്നമാണ്, നമ്മുടെ സൺസ്ക്രീൻ ഇടും പക്ഷെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന റീസൺ എന്ന് ചോദിക്കുമ്പം പറയുന്നത്, എൻ്റെ സ്കിന്ന് ഒന്നാതെ ഓയിലിയാണ്, അതിൻ്റെ കൂടി ഇനി മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് ഇനി ഞാൻ വീണ്ടും അത് ഓയിലി ആകുമ്പോൾ അവർക്ക് ഒരു ഡിസ്കംഫർട്ടാണ് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ പറയരുത് അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയരുത്. പക്ഷെ ചെയ്യണം. നമ്മുടെ സ്കിന്ന് ഒരിക്കലും ഓയിലി ആയിട്ടോ മോയ്സ്ചറൈസർ ആയിട്ടോ കമ്പയർ ചെയ്യരുത്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഓയിലി ആവുകയാണെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു ഡീഹൈഡ്രേഷൻ മാറ്റി ഒരു ഹൈഡ്രേറ്റ് ആക്കി വെക്കാനാണ് മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. അത് ആദ്യമേ നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും നിങ്ങൾ ഓയിലി ഫേസ് ആണ്, എൻ്റെ ഓയിലി സ്കിന്നാണ്, ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ഒന്നാമതേ ഓയിലിയാണ്, പിന്നെ അത് ഓയിലി ആവും, അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ ഫേസ് ഡീഹൈഡ്രേറ്റ് ആവുന്നതിന് പകരം ഹൈഡ്രേറ്റ് ആകാൻ വേണ്ടിയാണ് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ ചിന്തിക്കും. അപ്പം അടുത്തൊരു പ്രശ്നം, അതായത് ടീനേജ് ഗേൾസ് ആയാലും ഏറ്റവും വലിയതായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്, നമ്മുടെ അവിടെ സ്കിന്നിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പറഞ്ഞാലും പിമ്പിൾസ് ആണ് ഗൈസ്. പിമ്പിൾസ് അത് പോകാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്ന് തന്നെ ഇപ്പൊ പറയാം. ഇല്ല എന്ന് പറഞ്ഞാൽ പിമ്പിൾ പോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ്. പിമ്പിൾ പോകാൻ വേണ്ടി എന്തും തേക്കും, അങ്ങനെ ആയിരുന്നു. പക്ഷെ എല്ലാം പഠിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി വരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങൾ പിമ്പിൾ പോവാൻ വേണ്ടി ഒരിക്കലും നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ടീനേജ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പഠിത്തം കണ്ണാടി, അതായത് നമ്മുടെ മുഖത്ത് നമ്മളെ പഠിത്തം കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിലേക്കായിരിക്കും നമ്മൾ ഫുൾ ഫോക്കസ് പോകുന്നത്. അതായത് നമ്മളെപ്പോഴും കണ്ണാടി എടുക്കുക, നോക്കുക, എന്തോ ആ കുരുല് തൊടുക, ഈ കുരുല് തൊടുക, അങ്ങനെ തൊട്ടിരിക്കാം. പിന്നെ അത് പൊട്ടിക്കാനുള്ള ടെൻഡൻസി വരിക. അത് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുമ്പോഴാണ് നമ്മളത് പിമ്പിള് പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ അവിടെ വേറൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുക. ആ പൊട്ടിച്ച കുരുവിനകത്ത് തന്നെ വേറൊരു കുരു വന്ന് അത് ഫുള്ള് വേസ്റ്റ് ആയിട്ടുള്ള പരിപാടികളാണ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളത് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നമ്മളത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, നമ്മുടെ സ്കിന്നിനെ പറ്റി ചോദിക്കുക, അത് മാറാനുള്ളത്. അപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുക, അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി നമ്മുടെ ഹോം റെമഡീസ്, ഞാൻ ഇനി പതിയെ ഹോം റെമഡീസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പം പിമ്പിൾസ് പോയി തുടങ്ങി. ഇപ്പം ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് ഞാൻ റെമഡീസ് ഒക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് കുറച്ച് പിമ്പിൾസിൻ്റെ ഒക്കെ കുറവുണ്ട്. അപ്പം ഞാൻ അത് മാറാനുള്ള, അതായത് ഒരു സൈക്കിൾ ഞാൻ കാണിക്കാം. അപ്പൊ അങ്ങനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് പോയി എല്ലാം മാറ്റുക. പിന്നെ ഞാൻ ഹോം റെമഡീസ് ഒക്കെ ഞാൻ ചെയ്യാം, പതിയെ വീഡിയോസ് ഇടാം. സമയം കിട്ടുന്നില്ല, എക്സാമിനൊക്കെ എടുക്കുന്നതുകൊണ്ട് സമയം കിട്ടുന്നില്ല, മെയിൻലി സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ റെമഡീസ് ഒക്കെ ഇടാം. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് നമ്മൾ ടീനേജേഴ്സിനെ ഫോക്കസ് ചെയ്തുള്ള കാര്യങ്ങൾ. ഇനിയും ഉണ്ട്, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വലിയ ഗ്രാഹമുള്ള ആളൊന്നുമല്ല. എനിക്ക് ഈ ടീനേജ് പ്രായത്തിൽ എന്തൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്ത്. അല്ലാതെ എനിക്ക് റിസൾട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ ഞാൻ വേറെ സ്ഥലത്തു നിന്ന് ഫോക്കസ് ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനി ഹോം റെമഡീസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഹോം റെമഡീസ് വേണമെന്നവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പം ഗൈസ്, ബൈ ബൈ.